ബസ്സുകൾ ഓടുന്ന സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രൈവറും സുഹൃത്തുക്കളും ചേർന്ന് മറ്റൊരു ബസ്സിലെ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കൊല്ലം മടത്തറയിലെ പെട്രോൾ പമ്പിൽ വെച്ചാണ് സംഭവം നടന്നത്. കമ്പിവടി കൊണ്ടുള്ള മർദ്ദനത്തിൽ SMS ബസ്സിലെ ഡ്രൈവറായ രാജേഷിന് മർദ്ദനമേറ്റു. കടയ്ക്കൽ അഞ്ചൽ റൂട്ടിലോടുന്ന ശിവപ്രിയ ബസ്സിലെ ജീവനക്കാരും മടത്തറ പുനലൂർ റൂട്ടിലോടുന്ന SMS ബസ്സിലെ ജീവനക്കാരും തമ്മിൽ ഏറെ ദിവസങ്ങളായി ബസ് ഓടുന്ന സമയത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ വൈകിട്ട് ശിവപ്രിയ ബസിന്റെ ഡ്രൈവറായ സജിയും സുഹൃത്തുക്കളും ചേർന്ന് SMS ബസ്സിലെ ഡ്രൈവറായ രാജേഷിനെ മർദ്ദിച്ചത്. കരിമൺ വെച്ചൊരു ചെറിയൊരു വിഷയം നടന്നായിരുന്നു. ശിവപ്രിയയും നമ്മുടെ വണ്ടിയായിട്ടൊരു വിഷയം. അപ്പം ഞാൻ ഓടുന്ന ബസ് പുല്ലൂർ മടത്തറ SMS അവരോടുന്നത് ശിവപ്രിയയും. അങ്ങനെ കരിമൺ വെച്ച് ഒരു സംസാരം നടന്നായിരുന്നു ഈ സമയത്തിനെ പറ്റിയുള്ള. അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മുതലാളിയെ വിളിച്ച് ഇവന്മാർ ചീത്ത വിളിക്കുകയും പിന്നെ അതിനെപ്പറ്റി വന്ന് കേസ് കൊടുത്ത് ഒത്തീർപ്പാക്കി വിട്ട കേസാണ് ഇന്നലെ തന്നെ. ഒത്തീർപ്പാക്കി വിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കുന്ന സമയം ഈ 6:30 മടത്തറ വന്ന് പമ്പി വന്ന് എണ്ണ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കേസ് കൊടുത്തവരും പിന്നെ അവരുടെ കൂട്ടാളികളും കരിവണ് വെച്ച് സംസാരിച്ച ശിവപ്രിയയിലെ ഡ്രൈവറും അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു 6 പേര് വന്ന് എന്നെ മർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ ജാതിപ്പേര് വിളിക്കുകയും പിന്നെ അങ്ങനെ ആക്ഷേപിച്ച് ഉള്ള വിഷയങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മരെ അടിച്ചത് കമ്പിക്ക് തലയ്ക്കാണ് അടിച്ചത്. ആ അടി മാറിയുണ്ടായി സൈഡിന് കൊണ്ട്. മടത്തറയിലെ പെട്രോൾ പമ്പിൽ നിന്നും ബസ്സിന് ഡീസൽ നിറയ്ക്കുന്ന സമയത്ത് സജിയും സുഹൃത്തുക്കളും ചേർന്ന് രാജേഷിനെ മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാരും പമ്പിലെ ജീവനക്കാരും തടസ്സം പിടിച്ചതിനെ തുടർന്നാണ് മർദ്ദനം അവസാനിച്ചത്. മർദ്ദനത്തിൽ രാജേഷിന്റെ ചെവിക്ക് പിന്നിൽ മുറിവേറ്റു. 2 ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചൽ കരുകോണിൽ വെച്ച് ഇരു കൂട്ടരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ബസിന്റെ മാനേജ്മെന്റ് അംഗങ്ങൾ തമ്മിൽ രാത്രിയിൽ ഫോണിൽ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റ രാജേഷ് ഓടുന്ന ബസിന്റെ മുതലാളി ചിതറ പോലീസിൽ പരാതി നൽകി. ഇന്നലെ ആ പരാതി ഒത്തുതീർപ്പാക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് പരാതി നൽകിയ ബസിന്റെ ഉടമയുടെ ഡ്രൈവറെ 5 അംഗ സംഘം മർദ്ദിച്ചത്. മർദ്ദനമേറ്റ രാജേഷിന്റെ പരാതിയിൽ ചിതറ പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.